വേറ്റുവിൻ പി എസ് സി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള പി എസ് സി ഒപ്റ്റോമെട്രിസ്റ്റ് ഗ്രേഡ് 2 സിലബസ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ എക്സാമിൻ്റെ കൺഫർമേഷനൊക്കെ വന്ന കാര്യം ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഈ മന്ത് ഓഗസ്റ്റ് 11 വരെയാണ് കൺഫർമേഷൻ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ കൊടുക്കുക. ഒരു സെപ്റ്റംബർ 20 ആകുമ്പോഴേക്കും അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ ആവാൻ തുടങ്ങും. ഒക്ടോബർ 4 നമ്മളുടെ എക്സാം മുമ്പ് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളുടെ എക്സാം സിലബസ് ഇപ്പോൾ വന്നിട്ടുണ്ട്, ഒഫീഷ്യൽ സിലബസ് വന്നിട്ടുണ്ട്. സിലബസിൽ യാതൊരു ചേഞ്ചും തന്നെ വന്നിട്ടില്ല. പക്ഷേ ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് PSC. അപ്പോൾ ഇവിടെ ഓരോ പോർഷൻ്റെയും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് പറയാം. അനാട്ടമിയുടെ പോർഷനിൽ നിന്നും 10 മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട ഭാഗം തന്നെയാണ്. പിന്നെ മൈക്രോബയോളജിയും 10 മാർക്ക് കൊടുത്തിട്ടുണ്ട്. മൈക്രോബയോളജി എന്ന് പറയുമ്പോൾ അത് ആ ഒരു ടോപ്പിക്കിൽ മാത്രം നിൽക്കാണ്ട് ഡിസീസിലേക്ക് കൂടെ അതിൻ്റെ ആ ഒരു കണക്ഷൻ വരും. അപ്പോൾ അതുകൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും ഈ 10 മാർക്ക് വരിക. അപ്പോൾ എക്സാമ്പിളായിട്ട് മൈക്രോ ഓർഗാനിസംസ് ഒക്കെ അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഡിസീസൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഫിസിയോളജി വിഷൻ 10 മാർക്ക്, പിന്നെ വിഷൻ ടെസ്റ്റിംഗ് 6 മാർക്ക്. വിഷൻ ടെസ്റ്റിംഗ് മാർക്ക് കുറവാണെങ്കിലും ടോപ്പിക്സും ബാക്കിയുള്ളവയെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ടോപ്പിക്കിൽ നിന്നും നമുക്ക് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാൻ പറ്റും. പിന്നെ റിഫ്രാക്ഷൻ ആൻഡ് റെറ്റിനോസ്കോപ്പിന്ന് 6 മാർക്ക്. പിന്നെ നെക്സ്റ്റ് ടോപ്പിക്ക് ഒപ്റ്റിക്കൽ സിസ്റ്റം ഓഫ് നോർമൽ ആൻഡ് അബ്നോർമൽ ആയി, അതിന്ന് 6 മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ക്ലാസ്സുകളാണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒരുപാട് അതിൽ പറയാനുണ്ട് ഓരോരോ ടോപ്പിക്കുകളും. പക്ഷെ അതിൽ നിന്ന് 6 മാർക്കിൻ്റെ ആ ഒരു ഇതേ കാണിക്കുന്നുള്ളൂ. പിന്നെ നെക്സ്റ്റ് സ്പെക്ടക്കിൾ ആൻഡ് ഇൻട്രാക്കുലർ ലെൻസസ്, അത് 6 മാർക്കാണ്. പിന്നെ ഓഫ്താൽമിക് എക്യുപ്മെൻറ്റ്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ്, അതിൽ നിന്നും 6 മാർക്ക്. പിന്നെ ഫിസിക്സ് ഓഫ് ഒപ്റ്റിക്സ് 7 മാർക്ക്. അതപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. കാരണം 3 ടോപ്പിക്സ് അതിൽ സബ് ടോപ്പിക്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളൂ. പക്ഷേ അതിന് തന്നെ 7 മാർക്ക് ഉണ്ട്. അപ്പോൾ അത് കുറച്ച് സീരിയസ് ആയിട്ട് കാണേണ്ട ടോപ്പിക് തന്നെയാണ് കേട്ടോ. പിന്നെ ഒക്കുലാർ ഫാർമക്കോളജി 10 മാർക്ക്. ഫാർമക്കോളജിയിൽ നിന്ന് കഴിഞ്ഞ DMEയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലും അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ കയറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതും പഠിക്കണം. നെക്സ്റ്റ് ടോപ്പിക്ക് കോമൺ ഡിസീസസ് ഓഫ് ഐ. അതിൽ ഓർബിറ്റ്, ഐലിഡ്, ലാക്രിമൽ അപ്പാരറ്റസ്, കൺജൻറ്റേവ, കോർണിയ, വെൽ ട്രാക്ക് ലെൻസ്, ഒപ്റ്റിക് നെർവ്, റെറ്റിന, ഈ ടോപ്പിക്കിൽ നിന്ന് എല്ലാം കൂടെ 7 മാർക്കേ അവർ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു ഇത് മൈക്രോബയോളജി ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഇതിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ 7 മാർക്കാന്ന് കാണിക്കുമ്പോഴും നമുക്കിതിൻ്റെ കുറച്ചുകൂടെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അത് നമുക്കിതിൻ്റെ ക്ലാസ് ഇടുമ്പോൾ ആ ഒരു ടൈപ്പിൽ, അതായത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയാണോ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ആ രീതിയിൽ ക്വസ്റ്റ്യൻസ് ഇടാൻ നോക്കാം. ഒരുപാട് എല്ലാ ഡിസീസും ഇലാബറേറ്റ് ചെയ്ത് പറയാനുള്ള ടൈമും ഇല്ല. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. നെക്സ്റ്റ് ടോപ്പിക്ക് ഗ്ലോക്കോമ 7 മാർക്ക്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് തന്നെയാണ്. കാരണം ഗ്ലോക്കോമ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്നാണ് 7 മാർക്ക്. മാത്രമല്ല ഇതിൽ പറഞ്ഞ സബ് ടോപ്പിക്കുകൾ കൂടാണ്ട് ആൻറ്റി ഗ്ലോക്കോമ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാർമക്കോളജിയുടെ ഭാഗത്തും ഗ്ലോക്കോമ കയറി വരുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് സീരിയസ് ആയിട്ട് കാണേണ്ട ടോപ്പിക് തന്നെയാണ്. പിന്നെ നെക്സ്റ്റ് കമ്മ്യൂണിറ്റി ഓഫ്താൽമോളജി, അതിന് 9 മാർക്ക്. അതിൽ ഒരുപാട് സബ് ടോപ്പിക്കുകൾ വരുന്നുണ്ട്. അതിൽ നിന്നെല്ലാം കൂടെയാണ് 9 മാർക്ക്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി ഓഫ് താൽമോളജി, അതായത് ഇപ്പോൾ ഞാൻ പറയുമ്പോൾ എല്ലാ ടോപ്പിക്കുകളും പഠിക്കാൻ സമയമുള്ളവർ, പഠിച്ചു തുടങ്ങിയവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം അവർക്ക് ക്ലിയർ ആയിരിക്കണം. അല്ലാത്തവർ, സമയമില്ലാത്തവർ ഉണ്ടെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റിയൊക്കെ എന്ത് ചെയ്യുക, ലാസ്റ്റിലേക്ക്, അതായത് ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ മാക്സിമം കവർ ചെയ്തിട്ട്, ഇപ്പോൾ ഗ്ലോക്കോമ, ഫാർമക്കോളജി, പിന്നെ മൈക്രോബയോളജിയുടെ ആ ഒരു പോർഷൻസ്, പിന്നെ ഫിസിക്സിൻ്റെ ആ ഒരു പോർഷൻസ്, അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആയിരിക്കുമല്ലോ കമ്മ്യൂണിറ്റിയിലേക്ക് വരിക. അപ്പോൾ അതിൽ എന്ത് ചെയ്യുക, അതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് 9 മാർക്കുള്ളെങ്കിലും ഒരുപാട് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. അപ്പോൾ അതിലിപ്പോൾ എല്ലാം കൂടെ കവർ ചെയ്യാൻ ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അത് ജസ്റ്റ് ഒരു പെരിഫറൽ ആയിട്ടാണുള്ള ഒരു ഐഡിയ ആണെങ്കിലും ബാക്കിയുള്ളതൊക്കെ മാക്സിമം എന്ത് ചെയ്യുക, കവർ ചെയ്യാൻ നോക്കുക. പിന്നെ PSC സിലബസിന് താഴെ ഒരു നോട്ട് ചെയ്തുകൊണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ നമ്മൾ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടില്ലാത്ത ഭാഗത്തു നിന്നും നമ്മൾ ഒപ്റ്റോമെട്രി ആ ഒരു കോഴ്സിൽ, ആ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിൽ എന്തൊക്കെയാണോ വേണ്ടത്, അപ്പോൾ ആ ഒരു ഭാഗത്തു നിന്ന് എവിടെ വേണമെങ്കിലും PSCക്ക് ചോദിക്കാം എന്നുള്ള രൂപത്തിൽ ഒരു നോട്ട് കൂടെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇപ്പോൾ 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മളുടെ എക്സാമിന്. ആ 100 ക്വസ്റ്റ്യൻസും ഈ സിലബസിലുള്ള എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്ത് വരണമെന്നും ഒരു നിർബന്ധവും ഇല്ല. അങ്ങനെ ഒരു കാര്യം കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, മാക്സിമം എല്ലാവരും സിലബസ് വെച്ച് തന്നെ പഠിക്കുക. കാരണം സിലബസിന് പുറത്തുനിന്ന് ഇതുവരെ ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ ഒരുപാട് ചോദിച്ചിട്ടൊന്നുമില്ല ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊന്നും. നമ്മളുടെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കഴിഞ്ഞ് നടന്നത്. ഒരു 90% ക്വസ്റ്റ്യൻസും നമ്മൾ പഠിച്ച ആ ഭാഗത്തുനിന്ന് ക്ലിയർ ആയിട്ട് തന്നെ ആയിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നമ്മൾ ആ സമയത്ത്, ഇപ്പോൾ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മളുടെ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് കൊണ്ടോ ശ്രദ്ധക്കുറവുകൊണ്ടൊക്കെ ആയിരിക്കും തെറ്റിക്കുന്നത്. ബാക്കിയുള്ള ഒരു 10 ക്വസ്റ്റ്യൻസൊക്കെ ഉള്ളൂ കുറച്ചുകൂടെ ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസൊക്കെ ആയിട്ട് ചോദിക്കുക.
അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ച് തന്നെ വരണമെന്നോ അല്ലെങ്കിൽ അതൊക്കെ എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ അത് പ്രതീക്ഷിച്ചിട്ട് അതിന് വേണ്ടി മാത്രം ആ ഒരു 10% വേണ്ടി മാത്രം നമുക്ക് പഠിക്കാൻ വേണ്ടി കഴിയില്ല. ബാക്കിയുള്ള 90% നമ്മൾ ഇപ്പുറത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം ആ സിലബസിലുള്ള ആ ഒരു ഫുൾ പോർഷൻസ് എന്ത് ചെയ്യുക, എല്ലാവരും കംപ്ലീറ്റ് ആവാൻ നോക്കുക. എന്നിട്ട് മാത്രം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിലേക്ക്, അതായത് എങ്ങനെയൊക്കെയാണ് ഡിഫിക്കൽട്ടായിട്ട് ഏതൊക്കെ ഭാഗത്തു നിന്നാണോ ചോദിച്ചിട്ടുള്ളത് ആ ഏരിയയിലേക്കൊക്കെ പോവുക. ഇന്നിപ്പോൾ സിലബസ് വന്നത് കണ്ടതുകൊണ്ടാണ് അർജൻറ്റായിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. നമ്മുടെ നെക്സ്റ്റ് ക്ലാസ് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം സ്വന്തമായിട്ട് ഒരു എഫേർട്ട് എടുത്തിട്ട് കൂടെ എന്ത് ചെയ്യുക, പഠിക്കുക. ക്ലാസ്സുകൾ മാത്രം ഡിപ്പെൻഡ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. അവരുടേതായുള്ള രീതിയിലുള്ള പഠിത്തം കൂടെ മുന്നോട്ട് കൊണ്ടുപോവുക. കറക്റ്റ് ഇനി ഒരു 2 months മാത്രമേ ഉള്ളൂ. എല്ലാവരും എന്ത് ചെയ്യുക, പഠിത്തത്തിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യാണ്ട് കറക്റ്റ് ആ ഒരു പാതിൽ തന്നെ പോവുക. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സുകളൊക്കെ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക്